ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കപ്പക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പക്കറി നല്ല തേങ്ങയെല്ലാം അരച്ചെടുത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ല സൂപ്പർ ഒരു കറി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ 1/2 കിലോ കപ്പ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വരെ വേവിച്ചിട്ട് ഊറ്റിയെടുത്തതാണ്. ആ ഒരു വെള്ളം അങ്ങ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 2 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഒരു മുളക് നല്ല എരിവുള്ള മുളക് കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 1/4 ഭാഗം വരെ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1/4 ഭാഗം കൂടിയേ വേവാനായിട്ടുള്ളൂ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. ഞാൻ ഇതവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടി നിറയെ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്കൊരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കപ്പ നല്ല പാകത്തിന് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വേവാനില്ല, നമ്മൾ നേരത്തെ വേവിച്ചെടുത്തത് കൊണ്ട് ഒരു 1/4 ഭാഗം മാത്രമേ വേവാനായിട്ടുള്ളൂ. ഇനി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുഴുവനും അങ്ങ് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് ഒരുപാടൊന്നും അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടുക് കൂടി ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കടുക് ഇവിടെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചോറിന് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കപ്പക്കറി ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.